തോന്നുന്നത്? അല്ല, ഞാൻ രാവിലെ ഈ വിവരം അറിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പ്രിൻസിപ്പളിനെ ഇപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞ വിവരങ്ങൾ ആണ് എൻ്റെ മുന്നിൽ പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ +1 പഠിക്കുന്ന കുട്ടിയാണ് എബ്രഹാം ബെൻസൺ. ഇന്നലെ അയാളുടെ ഒരു റെക്കോർഡ് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓഫീസിൽ ക്ലർക്കുമായി ഒരു സംസാരത്തിനിട വന്നു എന്നും ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആ രക്ഷകർത്താവിനോട്, ഈ കുട്ടിയുടെ രക്ഷകർത്താവിനോട് ഇന്ന് സ്കൂളിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു എന്നും സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. അതാണ് ആകെ ഈ സ്കൂളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ആ കുട്ടിയെ ബാധിച്ചിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും RDO സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവർ മറ്റ് കാര്യങ്ങൾ പരിശോധിക്കും. ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തെ സംബന്ധിച്ചും പോലീസ് പരിശോധിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ഇന്ന് ലീവാണ് എന്ന് പ്രിൻസിപ്പലിനെ ഇന്നലെ രാത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ അതിലൊരു പരിശോധനയാണ് ആവശ്യം. അതിന് ഈ കൂട്ടത്ത് കുട്ടികളുണ്ടായിരുന്നു, അവരുടെ അഭിപ്രായം, അവരുടെ മൊഴി, അതെല്ലാം ബന്ധപ്പെട്ട അധികൃതർ പരിശോധിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലാതെ ഈ റെക്കോർഡ് ടീച്ചർ ഒപ്പിട്ട് പ്രിൻസിപ്പൾ ഒപ്പിട്ടാൽ സീൽ ചെയ്യണം. അപ്പോൾ ആ സീൽ ചെയ്യാൻ ആ കുട്ടി അവിടെ പോയപ്പോൾ സീൽ ചെയ്ത് കൊടുത്തില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പ്രിൻസിപ്പൾ ഒപ്പിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആ കുട്ടിയുടെ അസൈൻമെന്റ് അല്ല ആ കുട്ടി കൊണ്ട് ചെന്നതെന്നും പറയുന്നു. പ്രിൻസിപ്പളാണ് പറഞ്ഞത്. അല്ല, അത് അങ്ങനെ അവർ ആദ്യം കൊണ്ടുവരുന്ന റെക്കോർഡുമായി ബന്ധപ്പെട്ടാണ്. കുട്ടിയുടേത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ അവർ തമ്മിൽ ഈ പ്രിൻസിപ്പളും ഇവരും തമ്മിൽ വേറെ സംസാരം നടന്നിട്ടില്ല. ഈ സീല് വയ്ക്കാൻ വേണ്ടി പോയ സമയത്തുള്ള ഒരു സംസാരമാണ് ഇവർ തമ്മിലുണ്ടായതെന്നാണ് ഇവിടെ വന്ന പ്രിൻസിപ്പളിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചത് MLAക്ക് തോന്നുന്നുണ്ടോ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന്? അത് പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. ഇവിടെ വന്ന ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു വിവരമാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്. ഈ ഒരു അവസ്ഥയിൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചോദിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവരോട് എന്താ കാര്യം എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ചുരുക്കം ചില വാക്കുകളിൽ അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്.